ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള വലിയൊരു മൂവിയുടെ കഥ പറഞ്ഞിട്ട് കുറെ അധികം നാളായല്ലേ. എന്നാൽ കുറെ വിഷ്വൽ കൊണ്ടും കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടും ചുമ്മാ ഒരു ബ്രഹ്മാണ്ഡം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഗംഭീരമായിട്ടുള്ള ഒരു കഥയും വേണം, അതുപോലെ തന്നെ നമ്മളെ കോരിത്തിരിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങളും വേണം. മാസിന് മാസ്, കഥക്ക് കഥ, പോരാട്ടത്തിന് പോരാട്ടം, ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് അധികം ദുരൂഹതകളും ഈ ഒരു കഥയിലുണ്ട്. യേശുക്രിസ്തുവിന് 3600 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 5600 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്തിൽ സംഭവിച്ചൊരു കാര്യം. അന്ന് അവിടുത്തെ ജനങ്ങളെ അടക്കി വാണിരുന്ന ഒരു ദൈവമുണ്ടായിരുന്നു, ആഷിർ എൻ സബാനോർ. കൂടുതൽ ശക്തികൾക്കായിട്ട് പരകായ പ്രവേശനം ചെയ്യുന്ന സമയത്ത് അത് ചില ആൾക്കാർ മുടക്കുകയാണ്. മണ്ണിനടിയിലേക്ക്, പാതാളത്തിലേക്ക് അവൻ കുഴിച്ചു മൂടപ്പെട്ടു. എന്നാൽ ഇപ്പോ 5600 വർഷങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. തടുക്കാൻ കഴിയുമോ ഈ ഒരു ചെകുത്താനെ? തീർച്ചയായിട്ടും തടുക്കാൻ കഴിയും. കാരണം ഈ ലോകം അവൻ അന്ന് കണ്ടതുപോലെയുള്ള ലോകമല്ല. ഇന്ന് ഈ ലോകത്തിൽ പല ആൾക്കാരുണ്ട് അവന് ചിന്തിക്കാൻ കഴിയാത്ത, അവന്റെ മക്കൾ തന്നെ. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കഥയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ബ്രഹ്മാണ്ഡമായ സിനിമ തന്നെയാണ്. അപ്പൊ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും അവരുടെ ആ ഒരു കഴിവുകളും എന്താണെന്ന് നന്നായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. ഇനി കഥയിലേക്ക് കിടക്കാം. 5600 വർഷങ്ങൾക്ക് മുന്നേ ഈജിപ്തിൽ കാണിക്കുകയാണ്. അവിടെയുള്ള സാധാരണ ജനങ്ങൾ ഒരു പേര് ഉച്ചത്തിൽ അങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എൻ സബാനൂർ, എൻ സബാനൂർ, എൻ സബാനൂർ. അതുതന്നെ ഈജിപ്തിലെ അന്നത്തെ ദൈവമായിരുന്ന എൻ സബാനൂർ, ജീവനുള്ള ദൈവം. ആ ദൈവം വരുന്ന സമയത്ത് ആ ദൈവത്തിന് ചുറ്റും പടയാളികളായിട്ടുള്ള 4 പേരുണ്ട്, പ്രത്യേകം ശക്തിയുള്ള 4 പേര്. ഇതിനു പുറമെ വേറെയും പടയാളികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പടയാളികളുടെ കണ്ണുകളിൽ മറ്റെന്തോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ സംസാരം കണ്ണുകൾ കൊണ്ടാണ്. അവരെന്തോ ഒന്ന് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ എൻ സബാനൂർ, ഈ ഒരു ദൈവവുമായിട്ട് ബാക്കിയുള്ള 4 പടയാളികൾ ആ പ്രധാന പിരമിഡിന്റെ ഉള്ളിലേക്ക് വരികയാണ്. പിന്നീട് എൻ സബാനൂറിന്റെ ആ ഒരു മുഖം മൂടി മാറ്റാണ്. ഒരു കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു പ്രത്യേകതരം മുഖമാണ് അതിൻ്റെത്. ഒരുപാട് സൂപ്പർ നാച്ചുറൽ പവറുള്ള ഈ ഒരു മനുഷ്യൻ സ്വയം ആരോപിച്ചതാണ്, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ മനുഷ്യന് വയസ്സായി, വാർദ്ധക്യമായി. അങ്ങനെ ആകുന്ന സമയത്ത് മറ്റൊരു ശരീരത്തിലേക്ക് പരകായ പ്രവേശനം നടത്തും. ആ ചടങ്ങാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു പീഠത്തിൽ അവിടെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവാണ്. സ്വർണ്ണത്താൽ നിർമ്മിതമായിട്ടുള്ള ആ ഒരു പിരമിഡിന്റെ മുകളിൽ നിന്നും സൂര്യപ്രകാശത്താൽ ഒരുപാട് രശ്മികൾ പതിയെ ആ 2 പീഠത്തിലേക്ക് വരുന്ന സമയത്ത് എൻ സബാനൂറിന്റെ ആ ഒരു പഴയ ശരീരത്തിൽ നിന്നും അവന്റെ യഥാർത്ഥ ആത്മാവ് പുതിയ ശരീരത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടുക്കലാണ്, ഈ ആൾ ദൈവത്തെ തടുക്കലാണ് ഇവിടെയുള്ള ആ ഒരു പടയാളികളുടെ ലക്ഷ്യം. അതിവേഗം തന്നെ അവരൊരുക്കി വെച്ച ആ ഒരു ട്രാപ്പ് അവർ തല്ലി പൊളിക്കുകയാണ്. ഇതിനുശേഷം ഒരു വലിയ കല്ല് ഈ പിരമിഡിന്റെ ഉള്ളിലേക്ക് തെറിച്ചു പോകുന്നുണ്ട്. ഈ ഒരു കല്ലുണ്ടല്ലോ പിന്നീട് ആ ഒരു പിരമിഡിന്റെ കേന്ദ്ര ഭാഗത്തെ തന്നെ തടുക്കുകയാണ്. മാത്രമല്ല അതിലൂടെ ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ വാതിലുകളും അടഞ്ഞു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ എൻ സബാനൂറിനെ ബാക്കിയുള്ള ആ 4 പോരാളികളെയും കീഴടക്കാൻ വരുമ്പോൾ അവരുടെ ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പോലെയല്ല, എക്സ്ട്രാ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവറുകളുണ്ട്. എയറിൽ വെച്ച് തന്നെ ഈ മനുഷ്യരെ മുഴുവനായിട്ടും ഇവർ ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു പിരമിഡ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. മുകളിലുണ്ടായിരുന്ന ആ ഒരു സ്വർണത്തിന്റെ ക്യൂബ്, അതുപോലെ തന്നെ എൻ സബാനൂറിന്റെ മയക്കമില്ലാത്ത ആ ഒരു ശരീരം, ഇതെല്ലാം കൂടി വലിയൊരു ഗർത്തത്തിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഈ വീഴുന്ന സമയത്തും ഈ എൻ സബാനൂറിന്റെ വിശ്വസ്തയായിട്ടുള്ള ആ പോരാളി ആ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ പരകായ പ്രവേശനം നടത്തി ആ ഒരു ശരീരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പടച്ചട്ടകൾ മാറ്റി കൊടുക്കുകയാണ്. അവസാനം ഇവര് താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ഈ ഒരു പോരാളി അവളുടെ ആ ഒരു ദൈവത്തിന് അല്ലെങ്കിൽ മാസ്റ്ററിന് വേണ്ടിയിട്ട് അവളുടെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് അവളുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ശരീരത്തിന് ചുറ്റുമായിട്ട് ഒരു വലയം ഉണ്ടാക്കുകയാണ്. പിന്നീട് പൂർണ്ണമായിട്ടും ആ ഒരു പിരമിഡ് തകർന്ന് തരിപ്പണമായിട്ട് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ സീൻ കട്ടായി ഒരുപാട് വർഷങ്ങൾ കഴിയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5600 വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു സ്കൂൾ കാണിക്കുകയാണ്. അവിടെ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനെന്തോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ടീച്ചറോട് പറഞ്ഞിട്ട്, ടീച്ചറെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ, ഇവന്റെ പേര് സ്കോട്ട് എന്നാണ്, വേഗം ബാത്റൂമിലേക്ക് പോവാണ്. അപ്പൊ ഇവന്റെ പിന്നാലെ നടന്ന് എപ്പോഴും ഒരു പയ്യൻ ഉപദ്രവിക്കുക കേട്ടോ. ഈ പയ്യൻ പിന്നീട് ബാത്റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഈ സ്കോട്ട് ഉണ്ടല്ലോ കണ്ണ് പൊത്തിപ്പിടിച്ച് കരയുന്നതാണ് ഇവൻ കാണുന്നത്. അപ്പൊ ഇവൻ പറയാണ്, നീ കരയാനായിട്ടില്ല, എന്റെ അടുത്ത് 2 എണ്ണം കിട്ടട്ടെ, ഇതിന് ശേഷം നീ കരഞ്ഞു എന്ന്. ഇതേ സമയത്ത് തന്നെ സ്കോട്ടാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു ബുള്ളി ചെയ്യുന്ന പയ്യൻ വന്നിട്ട് ആ ഒരു കഥനിട്ട് ഒരുപാട് തവണ അടിക്കുന്നുണ്ട്. എല്ലാം കൂടി ആയപ്പോ സ്കോട്ട് അവന്റെ ആ ഒരു ബുദ്ധിമുട്ട്, ഈ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അവന്റെ കണ്ണങ്ങട് തുറക്കുകയാണ്. തുറന്നപ്പോഴല്ലേ അതിശക്തമായിട്ടുള്ള ലേസർ ബീമുകൾ അവന്റെ കണ്ണിൽ നിന്നും വരുന്നത്. ആകെ തകർന്ന് തരിപ്പണായി പോവാണ്. സ്കോട്ട് തന്നെ അത്ഭുതപ്പെട്ടു, ഇതെന്താ ഈ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. ഇങ്ങനെ ജന്മന ചില കഴിവുകൾ ലഭിക്കുന്ന കുട്ടികളെയാണ് മ്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഈ സ്കോട്ട് മാത്രമല്ല ഈ ഭൂമിയിലെ മ്യൂട്ടന്റ്, ഇതുപോലെ ഒരുപാട് പേർ വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ മനുഷ്യര് പിടിച്ചു വെക്കും, എന്നിട്ട് അവരെ കൊണ്ട് ചില പോരാട്ടങ്ങൾ നടത്തും. അങ്ങനെ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇരുമ്പിന്റെ കൂട്ടിലായിട്ട് ചിറകുള്ള വെള്ള ചിറകുള്ള ഒരു പയ്യനെ കണ്ടോ. തൽക്കാലം നമുക്ക് അവനെ ഏഞ്ചൽ എന്ന് വിളിക്കാം. ഏഞ്ചൽ ഇപ്പോൾ ഒരു ഇരുമ്പ് കൂട്ടിന്റെ ഉള്ളിലാണ്. അവൻ ഓരോ എതിരാളികൾ ഇട്ടുകൊടുക്കും. കൊടുക്കുന്ന ഓരോ ആൾക്കാരെയും അവൻ തോൽപ്പിച്ചു കളയും കേട്ടോ. അവന്റെ ശക്തമായ ആ ഒരു ചിറകുകൊണ്ട് എല്ലാവരും
ആകെ നശിപ്പിക്കും. ഇതേ സമയത്തിന് ഒരു പെട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇതിന്റെ ഉള്ളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള അവന് പറ്റിയ ഒരു എതിരാളിയുണ്ട്. ആ ഒരു പെട്ടി തുറന്ന് ഈ കൂട്ടിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ധൈര്യമുള്ള എതിരാളി ആയിരുന്നില്ല അത്. ഭയങ്കര പേടിയുള്ള ഒരു വിചിത്രമായ മനുഷ്യൻ. അവന്റെ പേരാണ് നൈറ്റ് ക്രൗൾ. അവന്റെ സൂപ്പർ പവർ എന്താണെന്നല്ലേ, അവൻ ഇവിടെ നിന്ന് നോക്കുക അവിടെ എത്തട്ടെ എന്ന്. അപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് അപ്രതീക്ഷനായിട്ട് അവിടെ എത്തും. അപ്പൊ ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാതെ അവൻ എന്ത് ചെയ്യാണ്, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കൂട് വിട്ട് അവന് പുറത്തു പോകാൻ കഴിയുന്നില്ല. കാരണം ഈ കൂട് ഒരു പ്രത്യേകതരം വൈദ്യുതി കടത്തി വിട്ട് ഉണ്ടാക്കിയതാണ്. ഇതേ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എതിർക്കാനായിട്ട്, മ്യൂട്ടൻസിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരാൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവളുടെ പേരാണ് റേവൺ. മുഴുവൻ പേര് പറയുകയാണെങ്കിൽ മിസ്റ്റിക് റേവൺ. കാണുമ്പോൾ നല്ല സുന്ദരിയായിട്ട് തോന്നില്ലേ? അവൾ പതിയെ സെക്യൂരിറ്റി നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നുണ്ട്. അവനോട് ചുമ്മാ പഞ്ചാര അടിച്ചിരിക്കുകയാണ്. ഇവൻ ആ ഒരു പഞ്ചാരയിൽ വീണു എന്ന് തോന്നിയപ്പോൾ റേവൺ ഒരേറ്റ അടിയാണ് അവനിട്ട് സ്പോട്ടിൽ ബോധം പോയി. ഇതിനുശേഷം ആ ഒരു പാവം ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന നൈറ്റ് ക്രൗളിനെ എടുത്തുകൊണ്ട് അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇവിടെ സീൻ കട്ടായി ഭൂമിയുടെ മറ്റേതോ ഒരു ഭാഗത്ത് കാണിക്കുകയാണ്. പാവത്താനായിട്ടുള്ള ഒരാളെ കണ്ടോ, എറിക്ക്. ഒരു ഫാക്ടറിയിലാണ് ഈ എറിക്ക് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു ഭാര്യയുണ്ട്, മകളുമുണ്ട്. അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു കുടുംബം. ആളെ കാണുന്ന സമയത്ത് നല്ലൊരു കുടുംബനാഥനായിട്ട് തോന്നുന്നുണ്ടല്ലേ, സമാധാനമുള്ള ഒരു മനുഷ്യൻ. എന്നാൽ നിങ്ങൾക്ക് തെറ്റിയേട്ടാ, ഇയാളുടെ ഒറിജിനൽ പേര് എറിക് മാഗ്നെറ്റോ. ഈ ആശാരിമാരുടെ കൂട്ടത്തിൽ മൂത്താശാരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഇച്ചിരി മൂത്ത ജാതിയാണിത്. എന്താണെന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഇതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്കോട്ട് അവന്റെ കണ്ണുകൾ കെട്ടിവെച്ചിരിക്കുകയാണ്. അവന്റെ ചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. ഇവനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്കൂളിലേക്ക് പോവാണ്. ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മ്യൂട്ടൻസിനെ മാത്രം വളർത്തുന്നതും പഠിപ്പിക്കുന്നതും സ്കൂളാണ്. അവിടുത്തെ പ്രിൻസിപ്പാളാണ് ചാൾസ് സേവിയർ. അപ്പൊ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ വരാന്തയിൽ വെച്ച് നമ്മുടെ ഈ ഒരു സ്കോട്ട് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. അവളുടെ കയ്യിലുള്ള പുസ്തകം മുഴുവൻ നിലത്തേക്ക് പോവാണ്. എന്നാൽ ഒന്നും നിലത്തേക്ക് വീഴുന്നില്ല. വീഴുന്നതിന് മുന്നേയായിട്ട് അത് പഴയതുപോലെ തന്നെ ആക്കിയെടുക്കാണ് ആര്, ഈ ഒരു പെൺകുട്ടി. അവളുടെ പേര് ജീൻ. ജീൻ വേറൊരു ലെവല് സാധനമാണിത്. മനഃശക്തി കൊണ്ട് കൺമുന്നിൽ കാണുന്ന എന്തിനേയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു എക്സ്ട്രീം പവർഫുൾ ആയിട്ടുള്ള ലേഡിയാണിത്. ഓർത്തു വെച്ചോ, വല്ലാത്തൊരു പവറാണ് ഇവരുടെ. ലാസ്റ്റ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇതേ സമയത്തിന് നമ്മുടെ സ്കോട്ടിനെ സ്വീകരിക്കാനായിട്ട് നല്ല കണ്ണാടിയെല്ലാം വെച്ച ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നില്ലേ. ഇവിടുത്തെ പ്രിൻസിപ്പലിന്റെ സഹായിയാണ്, പേര് മക്കോയ്. മുഴുവൻ പേര് പറയുകയാണെങ്കിൽ ബീസ്റ്റ് മക്കോയ്. അതെന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇവരുടെ ആ ഒരു പ്രിൻസിപ്പൽ ചാൾസ് സേവിയർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സ്കോട്ടിനെ കൊണ്ടുപോകാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിന്റെ സൂപ്പർ പവർ അതെന്താണെന്ന് കാണട്ടെ. ഇവനെയും കൂട്ടിക്കൊണ്ട് നേരെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡനിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു ഗാർഡന്റെ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് കണ്ണു തുറക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഞെട്ടി തരിച്ചുപോയി. അവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ടായിരുന്നു, ഒരു വലിയ മരം ഉണ്ടായിരുന്നു. എല്ലാം കൂടി വെട്ടിക്കേറിയ ഒരു പരിവാകുകയാണ്. കൊള്ളാം മോനെ, എന്തായാലും നിന്റെ ഈ ഒരു ശക്തിയെ ഒന്ന് കൺട്രോൾ ചെയ്തേ മതിയാവുള്ളൂ. ഒരു ഇച്ചിരി കൂടി പോയ ജാതിയാണിത്. ഓക്കെ, എന്തായാലും ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഈജിപ്തിലെ കെയ്റോയിലാണ്. ഒരു പർദ്ദയെല്ലാം ധരിച്ച ഒരു സ്ത്രീ അതിലൂടെ കുറച്ച് വശപ്പിശകുമായിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടോ. അവളുടെ പേരാണ് മൊയ്റ. സാധാരണ ഒരു ലേഡിയല്ല, സൂപ്പർ പവറും ഇല്ല, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ് മൊയ്റ. കൈറോയിൽ വെച്ച് അമാനുഷികമായ ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് മൊയ്റ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ കാവൽ നിൽക്കുന്ന ഒരാളെ അടിച്ച് ബോധം കെടുത്തി താഴേക്ക് ഒരു ഗുഹ കാണുന്നുണ്ട്. ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഈ മൊയ്റ പോകുന്ന സമയത്ത് അത്ഭുതകരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച അവള് കാണുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുറച്ച് ലോക്കൽസ് ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഒരു പേരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഷിർ എൻ സബാനൂർ, ആഷിർ എൻ സബാനൂർ. അതങ്ങനെ പറയുന്നതനുസരിച്ച് ആ ഒരു ഗുഹയുടെ ഉള്ളിലായിട്ട് ചെറിയൊരു പ്രകമ്പനം വരുന്നുണ്ട്. ഈ കുഴിയുടെ ഏറ്റവും അടിഭാഗത്താണ് ആരുള്ളത്, 5000 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മൂടപ്പെട്ട ആഷിർ എൻ സബാനൂർ ഉറങ്ങുന്നത്. അവനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക്കലായിട്ടുള്ള ഈ ആൾക്കാർ. ഇവരുടെ വിശ്വാസം ഇവരുടെ യഥാർത്ഥ ദൈവം അതാണെന്നാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു മന്ത്രങ്ങൾ കാരണം ആഷിർ എബാൻസു അവൻ പതിയെ പതിയെ കണ്ണു തുറക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ ഇവർക്ക് അനുഗ്രഹമല്ല, അതിലൂടെ ശാപമാണ് കിട്ടിയത്. അവിടെ മന്ത്രം ചൊല്ലിയ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ തകർന്ന് വീണ് മരണപ്പെടുകയാണ്. എന്നാൽ ആ ഒരു ഗുഹയിൽ നിന്നും എങ്ങനെയോ ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാൻ മൊയ്റ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എൻ സബാനൂർ കണ്ണ് തുറന്ന സമയത്ത് ഒരു വല്ലാത്ത പ്രകമ്പനം ഭൂമി മുഴുവനായിട്ട് ഉണ്ടാവുകയാണ്. അതിപ്പോ നമ്മുടെ എറിക്ക് അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടാവുകയാണ്. ഒരു വലിയ ഇരുമ്പിന്റെ കഷ്ണം തകർന്ന് താഴേക്ക് വീഴുമ്പോൾ അതിന്റെ ചോട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ ഇരുമ്പ് താഴേക്ക് എത്താൻ നിൽക്കുമ്പോൾ അത് സ്റ്റെക്കായി പോവാണ്. വെറുതെ സ്റ്റെക്കായതല്ല, എറിക്കിന്റെ പവർ അതെന്താണെന്നറിയോ, മാഗ്നെറ്റോ എന്നാണ് അവന്റെ വിളിപ്പേര്. ഇരുമ്പിനെ ഏത് രീതിയിലും കൺട്രോൾ ചെയ്യാൻ അവനറിയും. എന്നാൽ മറ്റാരെയും തന്റെ ഒരു ശക്തി വെളിപ്പെടുത്താതെ ഒരു കുടുംബനാഥനായിട്ട് എറിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. അവന് താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല. അവന്റെ ഭാര്യയും കുഞ്ഞും അതാണ് അവന്റെ ഏറ്റവും വലിയ ലോകം. ഒരുപാട് വലിയ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് ഒളിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു വലിയ സ്റ്റോറി തന്നെ അവന്റെ പിന്നിലുണ്ട്. അതൊക്കെ അവിടെ കേട്ടോ, അത് നമുക്ക് പിന്നെ കേൾക്കാം. എന്തായാലും ഈ ഒരു പ്രകമ്പനം എല്ലാം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ മ്യൂട്ടൻസിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ചാൾസ് സേവിയർ അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് സഹായമായിട്ടുള്ള മക്കോയ് വന്നിട്ട് വിളിക്കുകയാണ്, സാർ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. നേരെ അങ്ങോട്ടേ കൊണ്ടുവന്നത് നമ്മുടെ ജീൻ ഉണ്ടല്ലോ, അവൾ കിടന്നുറങ്ങുന്ന അവളുടെ മുറിയിലേക്ക്. ഞാൻ പറഞ്ഞാൽ ഒരു പ്രത്യേക ശക്തിയാണ് അവൾക്ക്, എന്താണെന്ന് പോലും നിർവചിക്കാൻ കഴിയാത്ത അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള പവറാണ് അവളുടെ ഉള്ളിലുള്ളത്. അവൾ ഉറക്കപ്പിച്ചതിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ റൂമിനൊക്കെ വല്ലാത്തൊരു ഭാവമാറ്റം സംഭവിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഈ സേവിയർ പറയാണ്, മക്കോയ് എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലാക്കണം. നേരെ സെറിബ്രോ എന്ന് പേരുള്ള ഇവരുടെ വലിയൊരു ഹാളിലേക്ക് പോവാണ് കേട്ടോ. ലോക
ലോകത്തെവിടെയുള്ള ആൾക്കാരെയും തന്റെ സ്വന്തം തലച്ചോറിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ടാലന്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ പവറാണ് ഈ ചാൾസ് സേവിയർ ഇവരുടെ ഈ പ്രൊഫസർക്കുള്ളത്. അദ്ദേഹം ആ ഒരു മുറിയിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എവിടെ വെച്ചാണ് ഈ ഒരു പ്രകമ്പനം അതിന്റെ ഒരു സോഴ്സ് കണ്ടുപിടിക്കുകയാണ്. അതെ, ഈജിപ്തിലെ കെയ്റോ. അവിടെ വെച്ച് ഒരു സ്ത്രീയെ നമ്മുടെ ചാൾസ് സേവിയർ കാണുന്നുണ്ട്. മറ്റാരുമല്ല, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള മൊയ്റ. എന്തായാലും അവളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇവര് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് എറിക്കിനെയാണ്. എറിക്ക് ഭാര്യയോട് പറയാണ്, എന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഒരു രീതിയിലും നിന്നെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം. സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യാണ്. ഇപ്പൊ എറിക്കിന്റെ ഭാര്യ മകളെ വിളിക്കാൻ നോക്കുമ്പോൾ റൂമിൽ ആരെയും കാണുന്നില്ല. ചുറ്റും നോക്കി, എവിടെയില്ല. വീടിന്റെ പുറത്തും അകത്തും എല്ലായിടത്തും നോക്കിയിട്ടും മകളെ കാണാനില്ല. ആകെ ടെൻഷനിലായ എറിക്കും ഭാര്യയും കൂടെ ആ ഒരു കാട്ടിൽ തപ്പി ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചതുപോലെ തന്നെ എറിക്കിനെ തേടി അപകടം എത്തിയിരിക്കുകയാണ്. ആ നാട്ടിലെ ചിലധികം പോലീസുകാർ മകളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എറിക്കിനോട് കീഴടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേ സമയത്തിന് എറിക്ക് പറയാണ്, ഞാനൊരു പാവമാണ്, എന്തിനാണ് എന്നെ ഇങ്ങനോട് പെരുമാറുന്നത്. ഇതേ സമയത്തിന് ആ ഒരു പോലീസുകാർ, നിന്റെ ഫാക്ടറിയിൽ ചില കാര്യങ്ങൾ നടന്നു, ചില ആൾക്കാർ അത് കണ്ടു, അത് ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു. ഒരു പത്രത്തിന്റെ കട്ടിങ് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു പരിപാടി ഒപ്പിച്ചു വന്നിരിക്കുന്നവനാണ് ഇവനെന്ന്. അതൊക്കെ അവിടെ നിൽക്കണ്ടേ, ഒരുപാട് പേര് തിരയുന്ന ഒരു കുറ്റവാളി തന്നെയാണ് ഈ എറിക്ക്. പക്ഷെ അതിന് മാത്രം വലിയ ക്രൈം ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ സമാധാനമായിട്ട് ഈ എറിക്ക് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പോലീസുകാരോട് പറയണം, ഓക്കെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷെ എന്റെ ഭാര്യയും കുഞ്ഞിനെയും നിങ്ങൾ വെറുതെ വിടണം. ഓക്കെ എന്ന് പോലീസുകാരും പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ കുഞ്ഞ് നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. മാത്രമല്ല എറിക്കിനെ അറസ്റ്റ് ചെയ്യുന്ന കണ്ട സമയത്ത് ഈ കുട്ടിക്ക് വല്ലാത്ത പേടി കയറുകയാണ്. എന്റെ അച്ഛനെ കൊണ്ടോണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുട്ടി കരയുമ്പോൾ എറിക്കിന് എന്താണോ പവർ ഉള്ളത്, എറിക്കിന്റെ മകളാണല്ലോ, എന്നാൽ അതേ പവർ തന്നെ കിട്ടണമെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പവർ ആയിരിക്കും. അവള് കരയുന്നതനുസരിച്ച് ആ ഒരു കാട് കിട്ടുകിട്ടാന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. പക്ഷികളൊക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. ഈ പോലീസുകാർ എറിക്കിനോട് പറയുന്നുണ്ട്, നിന്റെ മകളെ കൺട്രോൾ ചെയ്യുന്നു. എന്തായാലും ഭയത്തിലെ ആ ഒരു പോലീസുകാരന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് അത് വിട്ടുപോവാണ്. നേരെ വന്ന് കയറുന്നത് എറിക്കിന്റെ ഭാര്യയുടെയും മകളുടെയും ദേഹത്തേക്കാണ്. ഒരമ്പ് കൊണ്ട് രണ്ടുപേരും മരണപ്പെട്ടു പോവാണ്. പോലീസുകാർ വരെ ഞെട്ടിപ്പോയി. ചെയ്യാൻ പാടില്ലായിരുന്നു, പറ്റിപ്പോയി. എറിക്ക് അവിടെ ചെന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അത്രയും മനസ്സ് നൊന്താണ് അവൻ കരയുന്നത്. അവൻ കരഞ്ഞാൽ അവന്റെ ഉള്ളിൽ ആ ഒരു രാക്ഷസന് അത് പുറത്തേക്ക് വരും. ഒരു ചെയിൻ, ഒരു മാലയുടെ ചെയിൻ, അത് മാത്രമേ വേണ്ടി വന്നുള്ളൂ. നിമിഷ നേരം കൊണ്ട് എല്ലാ പോലീസുകാരുടെ കഴുത്തിലൂടെയും ആ ഒരു ഇരുമ്പിന്റെ കഷ്ണം കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് എറിക്കിന്റെ കയ്യിലേക്ക് തന്നെ അത് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാഗ്നറ്റോ, അതാണ് അവന്റെ പേര്. നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് എറിക്കൊരു കൊലമാസ് കാണിച്ചു. എന്നാൽ ആ ഒരു മനുഷ്യന്റെ ഹൃദയം തകർന്നിട്ടാണ് ആ മനുഷ്യൻ അവിടെ കിടന്ന് കരയുന്നത്. എന്നാൽ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യർ പോലും അറിയാത്ത വലിയൊരു അപകടം ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 5600 വർഷങ്ങൾക്ക് ശേഷം അവൻ കണ്ണു തുറന്നു. എൻസബാനൂർ ഒരു പ്രത്യേകതരം വസ്ത്രവുമായിട്ട് കൈറയിലൂടെ അവനങ്ങനെ നടക്കാണ്. 5600 വർഷങ്ങൾക്ക് ശേഷമല്ലേ കണ്ണു തുറക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവുമോ? ഇല്ല. അവനാകെ ഒരു അന്താളിപ്പിലാണ്. ഇതേ സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈ എൻസബാനൂർ അവനൊരു കാഴ്ച കാണുന്നത്. ഒരു സാധാരണ പെൺകുട്ടി, ഒരു മോഷ്ടാവാണ്. എന്നാൽ അവൾ മോഷ്ടിക്കുന്നത് സാധാരണ രീതിയിലല്ല. അവളും ഒരു മ്യൂട്ടന്റ് ആണ്. അവൾക്കുള്ളിൽ ചെറിയൊരു പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചെറിയൊരു കാറ്റുണ്ടാക്കുന്നുണ്ട്, ഒരു ചുഴലിക്കാറ്റ്. ഈ സമയത്ത് ശ്രദ്ധ മാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു വസ്തു അടിച്ചു മാറ്റി അവൾ പോകുന്നുണ്ട്. എന്നാൽ കച്ചവടക്കാരി അവളെ വെറുതെ വിടും? ഇല്ല, അവളുടെ പിന്നാലെ തന്നെ ചെല്ലുകയാണ്. ചുറ്റും ഒരു 4-5 ആൾക്കാരുണ്ട് കേട്ടോ, കത്തിയുമായിട്ട്. എന്നാൽ ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് എൻസബാനൂർ വരുന്നത്. അവളെ വെറുതെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇയാളുടെ ഈ ഒരു കോലിപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വയ്യാത്തൊരു വൃദ്ധനെ പോലെ ഉണ്ട്. അപ്പൊ ഇത് കണ്ട് ഇവൻ കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്ന് ഇതിനുള്ള ഉത്തരം കിട്ടിയത് വാക്കാലായിരുന്നില്ല, പ്രവൃത്തി കൊണ്ടായിരുന്നു. മണൽത്തരി കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന 3 പേരുടെ തല ഒറ്റ നിമിഷം കൊണ്ട് മുറിച്ചു കളിയാണ്. എന്നിട്ട് ഈ ഒരു മനുഷ്യനെ ചുമരിനോട് ഒട്ടിച്ചു വെക്കുകയാണ്. അതിക്രൂരമായിട്ടുള്ള ഒരു മരണം. ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ പ്രൊഫസർ ആയിട്ടുള്ള ചാൾസ് സേവിയർ അതുപോലെ തന്നെ മക്കോയ് ഇവർ രണ്ടുപേരും CIA ഓഫീസിലേക്ക് ചെന്നിട്ടുണ്ട്. ആരെ കാണാൻ? നമ്മുടെ മൊയ്റെ. അവളാണല്ലോ കൈറോയിലേക്ക്, ഈജിപ്തിലേക്ക് പോയിട്ട് ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് മൊയ്റയോട് ചോദിക്കാനായിട്ട് മൊയ്റയോട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് മൊയ്റയുള്ള വിഷയങ്ങൾ പറയാണ്. ലോക്കലായിട്ടുള്ള അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോഴും ചില വിശ്വാസങ്ങളുണ്ട്. 5600 വർഷങ്ങൾക്ക് മുന്നേ മണ്ണടിഞ്ഞു പോയ എൻസബാനൂർ അവനാണ് യഥാർത്ഥ ദൈവം. അപ്പൊ അവനെ ഉണർത്താനായിട്ട് ചില കർമ്മങ്ങളൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കർമ്മത്തിനൊടുവിലാണ് ഇതുപോലെയുള്ള ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. എന്നാൽ ഇതിനുശേഷം എൻസബാനൂർ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഇവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഇവിടെ സീൻ കട്ടായി വീണ്ടും ഈജിപ്തിലെ കെയ്റോയിൽ കാണിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, തണ്ടർ, തൽക്കാലം നമുക്ക് അവൾ അങ്ങനെ വിളിക്കാം. അതുപോലെ തന്നെ അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എൻസബാനൂർ. ഇപ്പൊ ഈ ഒരു തണ്ടർ ഉണ്ടല്ലോ, അവളുടെ വീടിന്റെ ചുമരിൽ തന്നെ ഒരു നീല നിറത്തിലുള്ള ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുന്നുണ്ട്. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഈ തണ്ടർ പറയാണ്, ഇവളാണ് സൂപ്പർ ഹീറോ ആയിട്ടുള്ള എന്റെ ഒരു റോൾ മോഡലാണ്, മറ്റാരുമല്ല നമ്മുടെ മിസ്റ്റിക് റേവൺ തന്നെ. തുടക്കത്തിൽ 2 പയ്യന്മാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടില്ലേ, അവള് തന്നെ. അവളുടെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു നീല നിറമാണ്. കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഏതൊരു രൂപത്തിലേക്കും നിമിഷ നേരം കൊണ്ട് മാറാനുള്ള കഴിവ് ഈ മിസ്റ്റിക് റേവൺ ഉണ്ട്. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന് ഈ എൻസബാനൂറിന് ചുറ്റുള്ളതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവിടെ ഒരു TV കാണാണ്. ആ TVയിലേക്ക് കൈവെക്കുന്നുണ്ട്. ഇപ്പൊ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം ഒക്കെ മാറി എന്തൊക്കെയോ ചില വൈബ്രേഷൻസ് സംഭവിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ തണ്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? ഇപ്പൊ എൻസബാനൂർ എന്ന് പറയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ടെലിവിഷൻ അതിലുണ്ടായിരുന്ന ആ ഒരു സീനിൽ
ബാക്കിയുള്ള എല്ലാ ഒരു കണക്ടിവിറ്റിയും ഇന്റർനെറ്റും എല്ലാത്തിലുള്ള ആ ഒരു വിവരം മുഴുവനായിട്ട് ഇയാളുടെ തലച്ചോറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, 2ാം ലോക മഹായുദ്ധം, 1ാം ലോക മഹായുദ്ധം, വെപ്പൺസ്, ആറ്റം ബോംബ്, ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിട്ടുള്ള അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ എൻസബാനൂർ പഠിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് 4 പോരാളികൾ വേണം, അതിലൊരാൾ നീയാണ്. എന്നാ ഇപ്പൊ തണ്ടർ പറയണ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ശക്തിയും കാര്യങ്ങളൊന്നും എനിക്കില്ല, അതിനെന്തിനാ നീ പേടിക്കുന്നത്, നിങ്ങളൊക്കെ ഉണ്ടായത് എന്നിൽ നിന്നാണ്. അതായത് ഈ ഉണ്ടായിരിക്കുന്ന സകലമാന മ്യൂട്ടൻസും ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ ഉപ്പാപ്പ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന എൻസബാനൂറാണ്. ഇയാളിൽ നിന്നുമാണ് ബാക്കിയുള്ള എല്ലാ മ്യൂട്ടൻസും ഉണ്ടായത്. ഈ ലോകത്തിന്റെ സർവാധിപത്യം, ഇതാണ് ഇയാളുടെ താല്പര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ വെച്ച് തണ്ടറിന് ഇപ്പൊ എന്താണോ കഴിവുള്ളത് അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിട്ടുള്ള വലിയ ശക്തി തന്നെ എൻസബാനൂർ അവൾക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇതെല്ലാം കൊടുക്കാനുള്ള കഴിവ് എൻസബാനൂറിനുണ്ട്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ ഈ മ്യൂട്ടൻസിൽ തന്നെ കുറച്ച് ഉഡായിപ്പ് പരിപാടികളൊക്കെ നടത്തുന്ന ഒരുത്തിനെ കാണിക്കുകയാണ്, കാലിബാൻ. അത്യാവശ്യം മ്യൂട്ടൻസിന് വേണ്ട ഇല്ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവനാണ് ചെയ്തു കൊടുക്കാറ്. ഇങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ റേവൻ മിസ്റ്റിക് അവള് വന്നിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ നൈറ്റ് ക്രൗളും ഉണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇവനെ മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ കാലിബാന്റെ ഇപ്പത്തെ നിലവിലെ സഹായം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണാണ്. ആ പെണ്ണിന്റെ പേര് സൈലോക്ക് എന്നാട്ടോ. ഭയങ്കര റൗഡായിട്ടുള്ള റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവള്. അവളെയും നിങ്ങളൊന്ന് നോക്കി വെച്ചോ, സൈലോക്ക്. അതുപോലെ തന്നെ പിന്നീട് മിസ്റ്റിക് റേവൻ, നമ്മുടെ ഈ ഒരു നൈറ്റ് ക്രൗള്, അവനെയും കൂട്ടിക്കൊണ്ട് നേരെ ചാൾസ് സേവിയർ അദ്ദേഹത്തിന്റെ ആ ഒരു സ്കൂളിലേക്ക് തന്നെ വരികയാണ്. കാരണം എന്താണ്, ഇതുപോലുള്ള മ്യൂട്ടൻസിന് ഏറ്റവും നന്നായിട്ട് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഇത് തന്നെയാണ്. ഇവിടെ സീൻ കട്ടായി. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡൈപ്പനുണ്ടല്ലോ കാലിബാൻ, അവന്റെ അടുത്തേക്ക് നമ്മുടെ തണ്ടർ സ്റ്റോം അവള് വരുന്നുണ്ട് കേട്ടോ. അവളുടെ നടപ്പിലും ഭാവത്തിലും എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ. ഒരു നാടൻ പെണ്ണായിരുന്നു, നാടനല്ല ഒരു ലോക്കൽ തട്ടിപ്പുകാരിയായിരുന്നു, അവള് വേറൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട്, ഈ ഒരു എൻസബാനൂർ എന്തൊക്കെയോ ചില ശക്തികൾ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വന്ന് അവൾ ചില കാര്യങ്ങൾ കാലിബാനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നല്ല ഉത്തരവൊന്നുമല്ല കാലിബാൻ ചോദിക്കും. അവന് വേണ്ടത് എപ്പോഴും പണമാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഈ എൻസബാനൂർ വരുന്നുണ്ട്. അവനും ഈ കാലിബാനോട് സംസാരിക്കുകയാണ്. കാലിബാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തും ചോദിച്ചോ, എന്ത് വിവരം വേണമെങ്കിൽ ഞാൻ തരും, പക്ഷെ കാശ് അതെനിക്ക് വേണം. ഇപ്പൊ എൻസബാനൂർ പറയാം, എന്റെ കയ്യിൽ അതൊന്നുമില്ല, എനിക്ക് വേണ്ടത് ഈ ലോകത്തുള്ള എല്ലാ മ്യൂട്ടൻസും അവരെ കുറിച്ചുള്ള വിവരങ്ങളുമാണ്. ആ ചോദ്യത്തിൽ ഒരു ഇച്ചിരി ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലിബാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണ് അത് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുകയാണ്. എൻസബാനൂറിന്റെ നേരെ ചൂണ്ടാണ്. ഇതേ സമയത്ത് തന്നെ ഈ എൻസബാനൂർ ഒന്ന് കണ്ണടക്കുന്നുണ്ട്. ആ കണ്ണിന്റെ നിറമാണ് സ്പോട്ടിൽ ആ ഒരു ഗണ്ണ് വെറും ചാരമായി പോവാണ്. ഇതേ സമയത്ത് തന്നെ കാലിബാന്റെ സഹായമായിട്ടുള്ള സൈലോക്ക്, ആ ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളുടെ കൈ ഒരു ലേസർ ബീം പോലെ ഭയങ്കര മൂർച്ചയുള്ള ഒരു വാളായിട്ട് മാറും. അത് വെച്ച് ഈ എൻസബാനൂറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതങ്ങോട്ട് സ്റ്റക്കായി പോവാണ്. ഇപ്പൊ ഈ എൻസബാനൂർ പറയാണ്, നിങ്ങൾ എല്ലാവരും എന്റെ കുട്ടികളാണ്, എന്തിനാണ് ഈ കീടങ്ങളെ പോലെയുള്ള മനുഷ്യരുടെ കീഴിൽ ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നത്, വാ എന്റെ കൂടെ നിൽക്ക്, ഈ ലോകത്തെ തന്നെ നമ്മുടെ കാൽച്ചുവട്ടിലാക്കാം. അതുപോലെ സൈലോക്കിനെ നോക്കിയിട്ട് പറയാണ്, നിന്റെ ശക്തിയുടെ ആ ഒരു എക്സ്ട്രീം അതെന്താണെന്ന് നീ അറിയണം. എങ്ങനെയാണോ ഈ തണ്ടർ സ്റ്റോമിന് കൂടുതൽ പവർ കൊടുത്തത്, അതുപോലെ തന്നെ സൈലോക്കിനും ഈ എൻസബാനൂർ വളരെയധികം ശക്തി കൊടുക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത്, തുടക്കത്തിൽ നമ്മളൊരു ഫൈറ്റ് കണ്ടില്ലേ, ചെറുകളൊരു പയ്യൻ ഏഞ്ചൽ, അവനും അതുപോലെ തന്നെ നൈറ്റ് ക്രൗളും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് അങ്ങോട്ട് ഉണ്ടായാല് പേടിയിൽ ഈ നൈറ്റ് ക്രൗള് അവന്റെ ആ ഒരു ചിറക് പിടിച്ച് കമ്പിയിലിട്ട് ഉരച്ചിരുന്നു. ഷോക്കുള്ള കമ്പി ആയതുകൊണ്ട് തന്നെ ഇറച്ചിത്തോലായതുകൊണ്ടും ആ ഒരു തോല് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെ ആ ഒരു തോലിൽ നിന്നും അവന് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ആ ഒരു ടെൻഷനിലാണ് അവന്റെ ആ ഒരു വീട്ടിൽ അവൻ ഒറ്റിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബാക്കിയുള്ള 2 ആളുമായിട്ട് എൻസബാനൂർ വരികയാണ്. അവനോട് സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ട്. തുടക്കത്തിൽ പുച്ഛത്തിലാണ് ഈ ഏഞ്ചൽ ഇയാളെ നോക്കുന്നത്. കിഴവാ, നിങ്ങൾ തിരിച്ചു പോയിക്കോ, എനിക്ക് വേണ്ടത് തരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ തണ്ടർ സ്റ്റോം പറയാണ്, നിനക്ക് എന്താണോ തരാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണോ വേണ്ടത് അത് തരാൻ കഴിയുന്ന ഒരേ ഒരാൾ ഈ നിൽക്കുന്ന ആള് മാത്രമാണ്. ഇപ്പൊ തിരിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഏഞ്ചൽ ഉണ്ടല്ലോ, അവൻ പോലും വിചാരിക്കാതെ അവന്റെ നാട്ടിൽ പൊട്ടിക്കേറി കുറെ എല്ലുകൾ പുറത്തേക്ക് വരികയാണ്. അലറി വിളിച്ചുകൊണ്ട് ഈ ഏഞ്ചൽ കരയുന്നുണ്ട്. അധികം വേണ്ടി വന്നില്ല. അവന്റെ ചിറകുകൾ മുഴുവൻ പഴയതുപോലെയല്ല, അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടുള്ള ചിറകുകളായി മാറുകയാണ്. അതും അമ്പുകൾ, കത്തികൾ ചീറി പായുന്നത് പോലെയുള്ള ചില തൂവലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവന്റെ പേരൊന്നു മാറ്റാം, സ്റ്റീൽ ഏഞ്ചൽ എൻസബാനൂർ. ഈ ഒരു ചെകുത്താന്റെ ചുറ്റുമായിട്ട് 4 വൻ ശക്തികൾ എപ്പോഴും വേണം. അത് അയാൾക്ക് നിർബന്ധമുണ്ട്. ഇപ്പൊ 3 പേര് ഓക്കെ ആയിട്ടുണ്ട്. 4ാമത്തെ ആളെ തേടിക്കൊണ്ട് ഇനി എൻസബാനൂറിന്റെ യാത്ര ആരംഭിക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ അധിക നേരം ഇയാൾക്ക് വേണ്ട, ടെലിപ്പോർട്ടേഷൻ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഇയാൾക്കുണ്ട് കേട്ടോ. ഒന്ന് ചിന്തിച്ചാൽ മതി, വേണ്ട സ്ഥലത്തേക്ക് എത്താൻ കഴിയും. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ നമ്മുടെ എറിക്കിനെ കാണിക്കാണ്. ഒരു പ്രത്യേകതരം വൈരാഗ്യം അവന്റെ കണ്ണുകളിലുണ്ടായിരുന്നു. അവൻ നേരെ ചെല്ലുന്നത് ഫാക്ടറിയിലേക്കാണ്. നിങ്ങൾ ഇവിടെ കണ്ട കാര്യം, ഞാൻ ഒരാളെ രക്ഷപ്പെടുത്തിയ കാര്യം എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ളവരോട് പറയാൻ പോയത്? നിങ്ങൾക്ക് ശരിക്കും എന്റെ ഉള്ളിൽ ആ ഒരു ചെകുത്ത ഞാൻ ആരാണെന്നല്ലേ അറിയേണ്ടത്? അറിയിക്കാം. എല്ലാത്തിനെയും ഇവിടെ വെച്ച് കൊല്ലാൻ നിൽക്കുന്ന അതേ സമയത്താണ് ഇങ്ങോട്ടേക്ക് ആര് വരുന്നത്? എൻസബാനൂറും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ 3 പേരും വരുന്നത്. ഇതേ സമയത്ത് തന്നെ എറിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ എറിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവരെ നോക്കിയിട്ട് പറയാണ്, ഞാൻ ഇത്രയും ആൾക്കാർ ഇവിടെ വെച്ച് കൊല്ലാൻ പോവാണ്. ആ ഒരു കാര്യത്തിലെങ്ങാനും നിങ്ങൾ മുടക്കം വരുത്തിയാൽ. ഈ ഒരു കാര്യം കേട്ട ഉടനെ നമ്മുടെ എറിക്കിന് ഇത്രയും ആൾക്കാരെ കൊല്ലേണ്ടി വന്നില്ല. നിമിഷ നേരം കൊണ്ട് ഈ സകലമാന മനുഷ്യരും
ശേഷം ആ ഒരു മണ്ണിലേക്ക് താന്നു പോവാണ്, പിടഞ്ഞു മരിക്കുകയാണ് അവര്. എന്നിട്ട് ഈ എൻസബാനൂർ ഇറങ്ങി വന്ന ആ ഒരു ഗോളത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ഇവൻ തിരിച്ചു കയറിയിട്ട് പറയാണ്, എന്റെ കൂടെ വരണമെങ്കിൽ നിനക്ക് വരാം. നിന്റെ ഉള്ളിൽ ആ ഒരു തീ, പ്രതികാരം, നഷ്ടമായ നഷ്ടക്കണക്കുകൾ, അത് നന്നായിട്ട് എനിക്കറിയാം. കൂടെ വാ, എന്റെ കൂടെ നിർത്താൻ ഞാൻ. അങ്ങനെ എറിക്കുമായിട്ട് ഇവിടുന്ന് പോവാണ് ഈ എൻസബാനൂർ. നേരെ കൊണ്ടുപോകുന്നത് ഹിറ്റ്ലറുടെ ആ ഒരു ന്യാസി ക്യാമ്പ് ഉണ്ടല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ക്യാമ്പ്, അങ്ങോട്ടേക്കാണ് എറിക്കിനെ കൊണ്ടുപോകുന്നത്. ഒരുപാട് കാലമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാണ് ഈ എറിക്ക്. ഈ ഒരു ക്യാമ്പിൽ വെച്ചാണ് പണ്ട് ഹിറ്റ്ലറുടെ ആൾക്കാര് നമ്മുടെ എറിക്കിന്റെ അമ്മയും അച്ഛനെയും ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞത്. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ആ ഒരു നീറ്റിൽ അതങ്ങനെ കൂടി വരികയാണ്. അവനെ നേറിക്കാൻ വേണ്ടി തന്നെയാണ് എൻസബാനൂർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതായത് മനുഷ്യനോട് റിവെഞ്ച് എടുക്കാനായിട്ട് അവന്റെ ദേഹത്ത് തൊട്ടിട്ട് പറയാണ്, നിന്റെ ഉള്ളിൽ ആ ഒരു ശക്തി അതെന്താണെന്ന് നീ മനസ്സിലാക്ക്, തൊട്, ഈ ഒരു ഭൂമിയിലേക്ക് തൊട് എന്ന് പറയാണ്. അങ്ങനെ എറിക്കിനെ കൊണ്ട് ആ ഒരു മണ്ണിലേക്ക് തൊടിയിപ്പിക്കുകയാണ്. മാത്രമല്ല അവന്റെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് ശക്തികളും ഇട്ടുകൊടുക്കുകയാണ്. കൂടുതൽ മാഗ്നറ്റിനെ, അതായത് ഇരുമ്പിനെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന മാസീവായിട്ടുള്ള ഒരു നാശം തന്നെ ആ ഒരു നഗരത്തിൽ പിന്നീട് സംഭവിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള കെട്ടിടങ്ങൾ വെറും പൊടി പടലമായിട്ട് നിമിഷ നേരം കൊണ്ടാണ് ഈ ഒരു മാഗ്നറ്റോ മാറ്റുന്നത്. ഇപ്പോ എറിക് മാഗ്നറ്റോ മാത്രമല്ല, ഈ മാഗ്നറ്റോ കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ പരിപാടി ഒപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ചില വാർത്തകൾ ഒരു വീടിന്റെ ഉള്ളിൽ നിന്നും ഒരു പയ്യൻ അങ്ങനെ ഇരുന്ന് കാണുകയാണ്. അപ്പൊ അവന്റെ അമ്മ വിളിക്കാണ്, നീ എന്താണ് കേൾക്കുന്നത് വെച്ചിട്ട് പെട്ടെന്ന് ആ റൂമിലേക്ക് വന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് ടപടപടപടപടേ ഇടിമിന്നൽ പായുന്നത് പോലെയും പായാണ്. അപ്പൊ ഇവന്റെ പേരാണ് ക്വിക്ക് സിൽവർ. അവന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാണ് നീ മാഗ്നറ്റെ കുറിച്ച്, അതായത് എറിക്കിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് കേൾക്കുന്നത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഇവൻ പറയാണ്, ഇല്ല അമ്മേ, ഞാൻ ഗെയിം കളിക്കായിരുന്നു, എനിക്കറിയാം മോനെ, വേണ്ട, അത് വേണ്ട, നീ അത് മറന്നേക്ക്. അതായത് ചെറിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു ക്വിക്ക് സിൽവർ അതുപോലെ തന്നെ ഈ മാഗ്നറ്റെ ആയിട്ടുള്ള എറിക്കും തമ്മിൽ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ചാൾസ് സേവിയറിന്റെ ആ ഒരു സ്കൂളിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരുപാട് മ്യൂട്ടൻസ് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ മിസ്റ്റിക് റേവണും ഉണ്ട്. മാത്രമല്ല ഇപ്പോ ഈ മൊയറയെ കാണാനായിട്ട് അവളുടെ ഓഫീസിലേക്ക് ചെന്നില്ലേ, അവിടെ പോയിട്ട് അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആ വൈബ്രേഷൻ അതെന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രത്യേകതരം മുറി, നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ മുറിയിലേക്ക് ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതാണ് സെറിബ്രോ. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഈ ഒരു മെഷീൻ വെച്ചിട്ട് മനസ്സിലാക്കാനും കാണാനും ചിന്തിക്കുന്നതും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ 2 കാറ്റഗറി ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. അത് മുഴുവൻ ഈ ചാൾസ് സേവിയർ പ്രൊഫസർ കാണിച്ചു കൊടുക്കുകയാണ്. അത് നീല നിറത്തില്, ഇതിപ്പോ മാറിയിട്ട് ചുവന്ന നിറത്തിലായിട്ടുണ്ട്. അതായത് ഈ ചുവന്ന നിറത്തിൽ കാണുന്നതെല്ലാം മ്യൂട്ടൻസ് ആണ്. മാത്രമല്ല എറിക്ക് അവന്റെ കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങളും ചാൾസ് സേവിയർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ എറിക്കിന്റെ മൈൻഡിലേക്ക് കയറി അവനോടാണ് സംസാരിക്കാൻ പോകുന്നത്. എറിക്കാണെങ്കിൽ ഇപ്പൊ അവരുടെ കൂടെയുള്ളത് എൻസബാനൂർ. ഇപ്പൊ എൻസബാനൂർ ഇവരുടെ കൂടെ നിന്ന് എന്തോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് എറിക്കിന് ഇങ്ങനെ ഒരു ഉൾവിളി അവന്റെ തലയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ചാൾസ് സേവിയറിന് ഓരോരുത്തരുടെയും തലച്ചോറിന്റെ ഉള്ളിൽ വന്നിട്ട് സംസാരിക്കാൻ കഴിയും. ഇതേ സമയത്ത് തന്നെ ചാൾസ് സേവിയർ ഈ എറിക്കിനോട് സംസാരിക്കുന്ന സമയത്ത് എറിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം അവന്റെ നഷ്ടങ്ങൾ അത്രത്തോളം വലുതായിരുന്നു കേട്ടോ. എന്നാൽ ഇവരറിയാത്തൊരു കാര്യമുണ്ട്, എറിക്കിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനൊരു ചെകുത്താനാക്കി മാറ്റുന്ന എൻസബാനൂർ ഇവിടെ തന്നെ ഉണ്ടെന്ന്. എറിക്കിന്റെ മൈൻഡിലേക്ക് വന്ന് ചാൾസ് സേവിയർ ഇതുപോലെ സംസാരിക്കുന്നുണ്ടെന്ന കാര്യം ആർക്ക് മനസ്സിലായി? എൻസബാനൂറിന് മനസ്സിലാവുകയാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള മ്യൂട്ടൻസിനെ കാണുന്ന സമയത്ത് ശരിക്കും എൻസബാനൂറിന് അത്ഭുതം തോന്നുകയാണ്. ശരിക്കും ഇയാളുടെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഇയാൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടന്നിരുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് ഇതാണ്. ഭൂമിയിലുള്ള സകലമാന മനുഷ്യരുടെയും മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക. ഇപ്പോ ഈ ചാൾസ് സേവിയറുടെ മൈൻഡിന്റെ ഉള്ളിലേക്ക് എൻസബാനൂർ കയറുകയാണ്. അതുകൊണ്ട് തന്നെ എൻസബാനൂറിന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ആ ഒരു തലച്ചോറിനെ ഇനി നിയന്ത്രിക്കാൻ കഴിയും. അതായത് ഈ ഒരു കാര്യം എൻസബാനൂറിന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു ചാൾസ് സേവിയറിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ലോകത്തുള്ള സകലമാന മനുഷ്യരുടെ ആ ഒരു കൺട്രോൾ ഏറ്റെടുത്തതിന് ശേഷം ഈ ഒരു എൻസബാനൂർ ചെയ്യുന്ന എന്താ അറിയോ, ലോകത്തെ വൻകിട ശക്തികളായിട്ടുള്ള പല രാജ്യങ്ങളും ഉണ്ടാവുമല്ലോ, ഈ രാജ്യങ്ങൾക്കൊക്കെ സീക്രട്ട് ആയിട്ട് ഒരുപാട് വെപ്പൺസ് ഉണ്ടാവും, ആറ്റം ബോംബുകൾ ഉണ്ടാവും. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുത്തെ മനുഷ്യരെ കൊണ്ട് റിലീസ് ആക്കിയാണ്. അതായത് ഈ ആറ്റം ബോംബുകൾ മുഴുവനായിട്ട് ശൂന്യാകാശത്തിലേക്കാണ് പോകുന്നത്. നേതാക്കളൊക്കെ ഇതൊക്കെ കണ്ട് എന്താ ഈ സംഭവിക്കുന്നത്, ആരായി തുറന്നു വിട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ തന്നെ പട്ടാളക്കാരാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ചാൾസ് സേവിയറെ നോക്കുന്ന സമയത്ത് അലറിക്കാരിയാണ്. ഈ കരച്ചിലിന്റെ ഇടയിലും സേവിയർ പറയുന്നുണ്ട്, ഈ സെറിബ്രോ എന്ന് പറഞ്ഞ ഈ ഒരു നിർമ്മിതി നശിപ്പിച്ചു കളഞ്ഞേക്ക്. പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം കണ്ടില്ലേ സ്കോട്ട് എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്ന അവന്റെ ചേട്ടൻ അലക്സിനും ഇതേപോലെയുള്ള ഒരു ലേസർ ലൈറ്റ് വിടുന്ന ഒരു കഴിവുണ്ട്. പക്ഷെ കണ്ണിലൂടെയല്ല, നെഞ്ചിലൂടെയാണ്. ആ നെഞ്ചിലെ പവർ അനുഭവിക്കുകയാണ്. മുഴുവനായിട്ടും ഈ ഒരു സെറിബ്രോയെ നശിപ്പിച്ചു കളയുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു മുറിയിൽ നിന്നും ഇവര് പുറത്തേക്ക് വരികയാണ്. വന്ന ഉടനെ തന്നെ കാണുന്ന കാഴ്ച എന്താ, ഈ എൻസബാനൂറും ബാക്കിയുള്ള നമ്മുടെ എറിക്കടക്കമുള്ള 4 പേരും വന്ന് നിൽക്കുകയാണ്. വന്ന ഉടനെ തന്നെ ബോധമില്ലാതെ കിടക്കുന്ന ചാൾസ് സേവിയറിനെ ഇവര് തട്ടിക്കൊണ്ടുപോവാണ്. എന്നാൽ ഇവരെ നശിപ്പിക്കാനായിട്ട് ഒരു എടുത്തുചാട്ടം പോലെ നമ്മുടെ ഈ ഒരു അലക്സ് ഉണ്ടല്ലോ ഒരു അബദ്ധം കാണിക്കുകയാണ്. ആ അബദ്ധം കാരണം അവന്റെ നെഞ്ചിൽ നിന്ന് വന്ന ആ ഒരു ലേസർ ലൈറ്റ് എന്തായാലും നമ്മുടെ ഈ മെക്കോയ് ബീസ്റ്റ് ഉണ്ടല്ലോ, അവൻ പറയുന്നുണ്ട് നീ ചെയ്യല്ലേ എന്ന്. എന്നാൽ അതിനു മുന്നേ അത് ചെയ്തു പോയി. ഈ ലേസർ ലൈറ്റ് ചെന്നിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മിഷൈലിൽ തട്ടാണ്. വലിയൊരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഒരു ബ്ലാസ്റ്റ് നടന്നാൽ അത് എത്ര നിമിഷം കൊണ്ടാണ് അത് പൂർണ്ണമായിട്ടും ആ ഒരു സ്ഥലത്ത് നശിപ്പിക്കുക? സെക്കൻഡുകൾ പോരെ. എന്ന് ഈ സമയത്താണ് ഇങ്ങോട്ടേക്ക് പുതിയൊരു അതിഥി വരുന്നത്. മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്വിക്ക് സിൽവർ, ഇടിമിന്നലിന്റെ വേഗത്തിൽ പായാൻ കഴിയുന്ന അവൻ തന്നെ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചു
എന്ന് അവന് മനസ്സിലായി. ഒരേറ്റ പാച്ചിലാണ്. ഈ സെക്കൻഡിലെ ഒരു ലക്ഷം കഷ്ണാക്കി മുറിച്ചാൽ അത്രയും വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ഇവന് ചെയ്യാൻ കഴിയും. അത്രയും വേഗത്തിൽ സ്ലോ മോഷനിൽ തീ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി എല്ലാ ആൾക്കാരെയും കൊണ്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരാൾ പോലും ബാക്കിയില്ലാതെ, അതായത് ഒരാൾ പോലും ആ ഒരു അപകടത്തിൽ പെടാതെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് എത്തിക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. എന്നാൽ പുറത്തേക്ക് വന്ന് വീണപ്പോഴാണ് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ആകെ അന്തം വിട്ട് നിൽക്കുന്നത്. ഇതെന്താ സംഭവിച്ചത്? ഇവരുടെ ആ ഒരു സ്കൂൾ നോക്കുമ്പോൾ ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് ചെറിയൊരു ട്രിപ്പിന് പോയ നമ്മുടെ ജീന്, സ്കോട്ട്, അതുപോലെ തന്നെ നൈറ്റ് ക്രൗൾ ഇവരെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതെന്ത് ഇവിടെ സംഭവിച്ചെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. വലിയൊരു ബ്ലാസ്റ്റ് സംഭവിച്ചു എന്ന് മാത്രം മനസ്സിലായി. മാത്രമല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഹെൽത്ത് സപ്പോർട്ടിനായിട്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പട്ടാളക്കാർ, അവരുടെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ വന്നു നിന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പട്ടാളക്കാരൻ, സ്ട്രൈക്കർ എന്നാണ് അയാളുടെ പേര്, ഇയാൾ അങ്ങോട്ടേ വരുന്നുണ്ട്. ഇതേ സമയത്തിന് ഇവിടെ തന്നെ ആരുണ്ട്? CIA ഒരു ഓഫീസർ ആയിട്ടുള്ള, ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള മൊയ്റ. അവള് വരികയാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് വേഗം വന്നേന്ന്. എന്നാൽ സ്ട്രൈക്കർ ഇവരെ രക്ഷപ്പെടുത്താനല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതേ സമയത്തിന് സ്കോട്ട് അവന്റെ ചേട്ടൻ അലക്സിനെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അലക്സ് ആണ് ആ ഒരു ബ്ലാസ്റ്റ് നടന്ന സമയത്ത് അതിന്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ മരിച്ചിട്ടുണ്ടാവണമെന്ന് നമ്മുടെ ബീസ്റ്റ് ആയിട്ടുള്ള മെക്കോയ് പറയാണ്. അതുകൊണ്ട് തന്നെ കരഞ്ഞു വിളിച്ചുകൊണ്ട് സ്കോട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. കൂടെ തന്നെ നമ്മുടെ നൈറ്റ് ക്രൗളും ഉണ്ട്, പിന്നെ ജീനും ഉണ്ട്. അവിടെ പോയി നിന്നുകൊണ്ട് ആ ഒരു കുഴിയിലേക്ക് നോക്കിയിട്ട് സ്കോട്ട് അങ്ങനെ നിലവിളിക്കുന്ന സമയത്താണ് ഇവരെ രക്ഷപ്പെടുത്താനാണ് ഇങ്ങോട്ടേക്ക് വന്ന് എന്ന് ഇവർ കരുതുന്ന സ്ട്രൈക്കർ ഒരു പ്രത്യേകം ഗണ്ണ് ഉപയോഗിച്ചിട്ട് അവിടെ മുഴുവൻ ഫയർ ചെയ്യാൻ പറയുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാവരും മയങ്ങി വീഴാണ്. ആ കൂട്ടത്തിൽ CIA ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള മൊയറ ഉണ്ട്, പിന്നെ നമ്മുടെ മിസ്റ്റിക് റേവൺ, അങ്ങനെ എല്ലാവരും, ഇവരുടെ ഒരു പ്രൊഫസറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മക്കോയ് വരെ. എന്ന ഈ കൂട്ടത്തിൽ ഇവര് മൂന്നുപേരും പെട്ടില്ല. ആര്? സ്കോട്ട്, ജീന്, പിന്നെ നൈറ്റ് ക്രൗൾ. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന ഈ ഒരു സ്ട്രൈക്കർ ഉണ്ടല്ലോ, ഇവിടെയുള്ള എല്ലാ മ്യൂട്ടൻസിനെയും കൊണ്ടുവന്നില്ല, തെരഞ്ഞെടുത്ത ഒരു 4-5 പേരെ. ആ കൂട്ടത്തിൽ നമ്മുടെ ക്യുക്ക് സിൽവർ ഉണ്ട്, മിസ്റ്റിക് റേവൺ ഉണ്ട്, പിന്നെ ബീസ്റ്റ് ആയിട്ടുള്ള മക്കോയ് ഉണ്ട്, അതുപോലെ തന്നെ മൊയറയുണ്ട്. അങ്ങനെ ഇവരൊരു പ്രത്യേകതരം കൂടിനുള്ളിൽ അടച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് അവരെ രക്ഷപ്പെടുത്താമെന്ന് ഈ നൈറ്റ് ക്രൗളിനോട് പറയാണ് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരെയും, ജീനിയും സ്കോട്ടിനെയും പിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതായത് അവന് ചിന്തിച്ചാൽ മതി സ്പോട്ടിൽ അങ്ങോട്ടേക്ക് എത്താം. എന്നാൽ ഇവര് വന്ന ആ ഒരു കൂട്ടിന്റെ ഉള്ളിൽ ആരും ഇല്ലായിരുന്നു, വേറെ ഏതൊരു കൂട്ടിലാണ്. എന്നാൽ ഇതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോഴേക്കും പട്ടാളക്കാർ വന്ന് മുറി അടച്ചിട്ടുണ്ട്. മുറിയല്ല, അതിന്റെ ആ ഒരു ഡോർ അടക്കാണ്. ഇതിന്റെ ഉള്ളിൽ ഇവര് മൂന്നുപേരും വന്ന് നിന്നത് ഈ പട്ടാളക്കാർക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് അടച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റ് ക്രൗളിന് വരെ ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. എന്തോ ഒരു കാന്തിക വലയം, ഒരു വൈദ്യുതി ശക്തി ഇതിന്റെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടുന്ന് പോവാണ്. ഇപ്പൊ സ്കോട്ട് പറയുന്നുണ്ട്, ജീൻ നിനക്ക് എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ, എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റില്ലേ, നീ അവരെ നിയന്ത്രിക്കുക. അപ്പൊ ജീന് പറയണ, എടോ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, എന്തോ ഒരു ശക്തി എന്നെ തടുക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു കൂട് പട്ടാളക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ മ്യൂട്ടൻസിനെ എല്ലാ രീതിയിലും തടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിനുശേഷം ഈ ഒരു ഹെലികോപ്റ്ററുകൾ അതീവ രഹസ്യമായിട്ടുള്ള ഒരു ഡാമിന്റെ ഉള്ളിലെ തുരങ്കത്തിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഈ സ്ട്രൈക്കർ, അതുപോലെ തന്നെ ഇവനെ പോലെയുള്ള പട്ടാളക്കാരുടെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് എന്താ നടക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും സീൻ ഇവിടെ കട്ടാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് എൻസബാനൂറിനെ തന്നെയാണ്. ഇപ്പൊ വന്നു നിൽക്കുന്ന സ്ഥലം ഈജിപ്തിൽ തന്നെയാണ്. അതായത് ഈ ലോകത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ നാടായിരിക്കാം. ഇതാണ് എൻസബാനൂറിന്റെ വാശി. മാത്രമല്ല ഇതൊറ്റയ്ക്ക് ഇയാളുടെ ഇപ്പത്തെ നിലവിൽ ആ ഒരു ശക്തി കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ചാൾസ് സേവിയറിന്റെ, ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആ ഒരു ശക്തി കൂടി ഇയാൾക്ക് വേണം. ആ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻസബാനൂർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇയാളുടെ ഈ ഒരു ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് ഇയാളുടെ ആത്മാവിനെ ചാൾസ് സേവിയർ അവന്റെ ആ ഒരു ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ അവന് കിട്ടിയ ആ ഒരു ശക്തി ഉണ്ടല്ലോ അതും കിട്ടും, പിന്നെ ഈ എൻസബാനൂറിന്റെ ബാക്കിയുള്ള ശക്തികളും കിട്ടും. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചാൾസ് സേവിയറിന് നന്നായിട്ട് അറിയാം. അപ്പൊ ചാൾസ് സേവിയർ ചോദിക്കുന്നുണ്ട്, എറിക്ക് നീയും ഇവരുടെ കൂടെ നിൽക്കുകയാണോ? കാരണം ചാൾസിന് ഇപ്പൊ നേരിട്ട് അറിയാവുന്നത് ഈ എറിക്കിനെ മാത്രമാണ്. എന്തായാലും ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ സ്ട്രൈക്കറെ കാണിക്കുകയാണ്. അവന്റെ പട്ടാളക്കാരും അവനും കൂടെ സീക്രട്ട് ആയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് കോളേജിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ടേ കൊണ്ടുവന്നിട്ടില്ലേ, നമ്മുടെ മിസ്റ്റിക് റേവൺ, അതുപോലെ തന്നെ ക്യുക്ക് സിൽവർ, CIA ഓഫീസർ ആയിട്ടുള്ള മൊയ്റ, പിന്നെ ബീസ്റ്റ്. എന്തുകൊണ്ട് അവനെ ബീസ്റ്റ് എന്ന് വിളിക്കുന്നപ്പോൾ മനസ്സിലായി, അവന്റെ കൊലം നോക്കി ഇപ്പൊ മാറിയിരിക്കുന്നുണ്ട. എന്തായാലും ഒരു പ്രത്യേക മുറിയിലാണ് ഇവർ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇവരുടെ ഒരു ശക്തിയും അവിടെ വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് സ്ട്രൈക്കർ വരികയാണ്. അതായത് സ്ട്രൈക്കറിനെ നിയോഗിച്ചത് മറ്റാരുമല്ല, ഒരു അണ്ടർ കവർ ഏജൻസിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ഗവൺമെന്റ് തന്നെയാണ് അവന് ഈ ഒരു ജോലി ഏൽപ്പിച്ചത്. എന്തിനാണെന്നല്ലേ, ലോകത്തിലുള്ള എല്ലാ രാജ്യത്തിന്റെ ന്യൂക്ലിയർ വെപ്പൺസും അത് ആകാശത്തേക്ക് ചുമ്മാ അങ്ങ് പോയി. പക്ഷെ ഇതിലൊന്നും ആ ജോലിക്കാർക്ക് യാതൊരു പിടുത്തൂല, അവരെന്തുകൊണ്ട് എങ്ങനെ ചെയ്തേന്ന്. അപ്പൊ ഗവൺമെന്റിന് ഉറപ്പാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കാണ് ചാൾസ് സേവിയർ. അപ്പൊ നിങ്ങളാണ് ഇത് ചെയ്തത്, നിങ്ങളുടെ ഗ്രൂപ്പാണ്, മ്യൂട്ടൻസ് ആണ് ഇത് ചെയ്തത്, എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മൊയ്റ പറയുന്നുണ്ട്, ഇതൊന്നും ചെയ്യുന്നത് ഇവരല്ല, നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത പുതിയൊരു ശത്രു വന്നിരിക്കുകയാണ്, എൻസബാനൂർ. എന്താണ് ശത്രു എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ വിഡ്ഢിത്തരം കാണിക്കരുത്, ഞങ്ങളല്ല ഇതിന്റെ പിന്നില്, വെറുതെ ചാൾസ് സേവിയറെ തെരഞ്ഞുകൊണ്ട് നടക്കണ്ട, യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിക്കുക, അതിനെ തടുക്കാൻ ശ്രമിക്കുക എന്ന്. ഇതൊന്നും ഈ ഒരു സ്ട്രൈക്കർ കേൾക്കുന്നില്ല. ഇപ്പൊ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് ഇവർ വന്നിരിക്കുകയാണ്. ഇവരെന്തായാലും ചാൾസ് സേവിയറിനെ പൊക്കും ആ ഒരു ഉദ്ദേശത്തിലാണ്. ഇതേ സമയത്തിന് ഈ ഒരു ബേസിലേക്ക് ആര് നേരത്തെ കയറി കൂടിയിട്ടുണ്ട്, ജീന്, സ്കോട്ട്, നൈറ്റ് ക്രൗൾ. എന്നാൽ ഇവരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോഴും ഇവർക്ക് ഇവരെ മൂന്നുപേരെയും കാണാൻ കഴിയില്ല. കാരണം എന്താണ്, ഇവരെ കാണാതിരിക്കാനുള്ള ആ ഒരു വിദ്യ നമ്മുടെ ജീന് എല്ലാവരുടെയും മൈൻഡിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്.
കാണിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് ആ ഒരു കൂട്ടിനുള്ളിൽ പൂട്ടി വെച്ച നമ്മുടെ ക്വിക്ക് സിൽവർ ഉണ്ടല്ലോ, ഈ റേവന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ മാഗ്നറ്റയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ഇപ്പോ മിസ്റ്റിക് റേവൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാണ് എറിക് മാഗ്നറ്റയെ കുറിച്ച് ഇത്ര കൂടുതലായിട്ട് ചോദിക്കുന്നത്? ഇപ്പോഴാണ് ക്വിക്ക് സിൽവർ ഒരു കാര്യം പറയുന്നത്, ആ ഒരു മാഗ്നറ്റ് മറ്റാരുമല്ല അവന്റെ അച്ഛൻ തന്നെയാണ്. അവന്റെ അമ്മയുടെ കൂടെ കുറച്ചധികം കാലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് എന്റെ അച്ഛൻ. ആ ഒരു കാര്യം നമ്മുടെ മിസ്റ്റിക് റേവനെ അറിയില്ലായിരുന്നു കേട്ടോ. അത് വലിയൊരു പിടിവലിയാണ്. അതായത് ഈ എറിക്ക് മനസ്സ് തകർന്ന് ഈ ഭൂമിയിൽ ആരും ഇല്ല എന്ന് കരുതി ജീവിക്കുന്ന ആളാണ്. അയാളുടെ മുന്നിലേക്ക് സ്വന്തം മകനെ കൊണ്ടു നിർത്തുകയാണെങ്കിൽ അത് നല്ലൊരു പോയിന്റ് ആയിരിക്കും. എന്തായാലും ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആഷിർ എൻ സബാനൂർ, അതാണ് അതിന്റെ പൂർണ്ണമായ രൂപം, അവൻ നമ്മുടെ ഈ ഒരു ചാൾസ് സേവിയറിന്റെ ആ ഒരു ശക്തി മനഃപൂർവ്വം ഫലമായിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ആ ശക്തിയിലൂടെ നമ്മുടെ ചാൾസ് സേവിയറെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുകയാണ്. ലോകത്തിലുള്ള മനുഷ്യര് എന്നല്ല, മ്യൂട്ടൻസ്, അങ്ങനെയുള്ള കോടാനുകോടി ആൾക്കാരുടെ തലച്ചോറിലും ആ ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. അതായത് സൂക്ഷ്മജീവികളെ പോലെയുള്ള ഒരു തരത്തിലും ഒരു ശക്തിയില്ലാത്ത മനുഷ്യരെ ഈ ലോകത്ത് നിന്ന് ഞാൻ മുഴുവനായിട്ടും ഉന്മൂലനം ചെയ്യും. ശക്തിയുള്ള അതിജീവിക്കാൻ കഴിയുന്നവർ മാത്രം ഇനി ഒരു ഭൂമിയിൽ അതിജീവിച്ചാൽ മതി. പുതിയൊരു ലോകത്തെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത സന്ദേശം എല്ലാവരുടെ തലച്ചോറിലേക്കും ഈ ഒരു ആഷിർ എൻ സബാനൂർ ഇട്ട് കൊടുക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരിങ്ങനെ വിചാരിക്കുകയാണ്, ഇതെവിടെ ഈ ഒരു ശബ്ദം കേൾക്കുന്നത്, ഒരു വല്ലാത്ത പേടിപ്പെടുന്ന ശബ്ദം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ആ ഒരു സീക്രട്ട് ബേസ് കാണിക്കുകയാണ്. ഇതിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ജീന്, സ്കോട്ട്, നൈറ്റ് ക്രൗള്. പെട്ടെന്നൊരു പട്ടാളക്കാരൻ എന്തോ ഇവരെ കാണുകയാണ്. അതായത് ജീൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട്, അലാറം അടിക്കുകയാണ്. എന്ന് എത്രയും വേഗം തന്നെ ഇവിടെയുള്ള ആ ഒരു ജനറേറ്റർ, അതിന്റെ ആ ഒരു പവർ കട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു മുറിയിൽ പൊട്ടിയിട്ടിരിക്കുന്ന എല്ലാവരും രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. സോ ജനറേറ്ററിൽ ആ ഒരു ഭാഗത്തേക്ക് ഈ നൈറ്റ് ക്രൗളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇവർ 3 പേരും ചെല്ലുകയാണ്. അവിടെ 3 ജനറേറ്റർ കാണുന്നുണ്ട്. എന്നാൽ ഇത് ഓഫ് ചെയ്യുന്നതിന് മുന്നേ അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച അവർ കാണുകയാണ്. ഒരു പെട്ടി, ആ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു മൃഗത്തിന്റെ മുരൾച്ച ഓ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഏത് തരം മൃഗമാണെന്ന് ഒരു പേടിയോട് കൂടിയിട്ട് ഇവർ 3 പേരും അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം അതിന്റെ ആ ഒരു മുരൾച്ച അതങ്ങനെയാണ്. ഇതേ സമയത്ത് തന്നെ ഈ റൂമിന്റെയും വാതിൽ തുറന്ന് പട്ടാളക്കാർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ജീൻ അവളുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കാർക്കും ഇവർ 3 പേരെയും കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ കയറി വന്ന ആൾക്കാരെ പെടുത്താൻ വേണ്ടി ഇവര് പൂട്ടി വെച്ച ആ ഒരു ഇരുമ്പിന്റെ പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടിയുടെ ഉള്ളിലെ ജീവിയെ ഇവര് തുറന്നു വിടുകയാണ്. എന്നാൽ ഇവര് കരുതിയതുപോലെ അതൊരു ജീവിയല്ല. വാതില് തുറക്കുകയാണ്. 2 കാലുകൾ പതിയെ പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ മനുഷ്യനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മൂവി സീരീസിൽ തന്നെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാന്ന് ചോദിച്ചാൽ അത് ഇയാള് തന്നെ, ലോഗൻ. കൈ മടക്കുകയാണ്. കൈകൾക്കിടയിൽ നിന്നും ഇരുമ്പിന്റെ 3 നഖങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ രൂപം കണ്ട് പേടിച്ചു പോയ പട്ടാളക്കാർ ഇവന് നേരെ ഫയർ ചെയ്യാണ്. ആ ഒരു വെടിയുണ്ടകൾ നിന്ന് മേടിക്കുകയാണ്. ആ വെടിയുണ്ടകളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലോഗനെ. എന്നിട്ടൊരു കാറിലാണ് ചാടി വീഴാണ് ഈ പട്ടാളക്കാരുടെ നേർക്ക്. ഇവിടെ വെച്ച് ഞാൻ ഈ കഥ നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യും. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അടിപൊളിയാണ്, കഥ നല്ല രസമല്ലേ. അപ്പൊ ഓക്കെ, തീർച്ചയായിട്ടും അടുത്ത ഭാഗത്തിൽ കാണാം. ഞാൻ പറഞ്ഞതുപോലെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അടുത്ത ഭാഗം വരും കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ സ്ക്രീനിൽ ഒരു ബോക്സ് വന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത ഭാഗത്തിൽ കാണാം. ബൈ.